ഹായ് ഹലോ, ഞാൻ സാജൻ. ഏജ് യങ്, പ്രായമാകുമ്പോഴും യുവത്വത്തോടു കൂടി ഇരിക്കുക, ഉന്മേഷത്തോടു കൂടി ഇരിക്കുക, ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 5 ശീലങ്ങളെ കുറിച്ചാണ്. 56-ാമത്തെ വയസ്സിൽ ഞാൻ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 5 ശീലങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്ന് ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും എനിക്കത് പൂർണ്ണമായിട്ട് കഴിയാറില്ല. പലവിധ തിരക്കുകളും രാവിലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിയാറില്ല. പക്ഷെ എങ്കിലും മിക്കവാറും എല്ലാ ദിവസവും ഞാനത് കീപ്പ് ചെയ്യാറുണ്ട്. ഒന്നാമതായിട്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട സംഭവം. രാവിലെ എഴുന്നേറ്റ ഉടനെ 1 ലിറ്റർ വെള്ളം ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ ഉടനെ ഞാൻ ഏകദേശം 1-1.5 ഗ്ലാസ് വെള്ളം കുടിക്കും. അതിനുശേഷം ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ 1 ലിറ്റർ വെള്ളം ഞാൻ കുടിച്ചു തീർക്കും. അത് ചൂടുകാലമാണെങ്കിൽ ഈ 1 ലിറ്റർ എന്നുള്ളത് 1.5 ലിറ്ററോ 2 ലിറ്ററോ ഒക്കെ ആക്കാറുണ്ട്. ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രേഷന്റെ ഗുണങ്ങളെ പറ്റി മാത്രം ഒരു വീഡിയോ ചെയ്യാനുണ്ട്. അത് അധികം താമസിയാതെ വരും. സ്വാഭാവികമായിട്ടും 12 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അമിത വിശപ്പ് വന്നിട്ട് ഭക്ഷണം വലിച്ചു വാരി തിന്നുന്ന ഒരവസ്ഥ വരാതിരിക്കാനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ 1 ലിറ്റർ വെള്ളം രാവിലെ എഴുന്നേറ്റ് 1-2 മണിക്കൂറിനുള്ളിൽ കുടിക്കുക എന്നുള്ളതാണ് ഞാൻ ഒന്നാമതായിട്ട് ചെയ്യുന്ന കാര്യം. രണ്ടാമതായിട്ട് ചെയ്യുന്ന കാര്യം വ്യായാമം തന്നെയാണ്. രാവിലെ തന്നെ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ സാധാരണഗതിയിൽ ഈ ചെറിയ ഒരു വിശ്രമം ഒക്കെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ അത്യാവശ്യത്തിന് വെള്ളം കൂടി പ്രഭാത കൃത്യങ്ങൾ ചെറിയൊരു വിശ്രമം കഴിയുന്നത് നേരത്തെ വ്യായാമം ആരംഭിക്കും. ഞാൻ സ്ട്രെച്ചിങ്ങിലാണ് ആരംഭിക്കുന്നത്. അത്യാവശ്യം യോഗ പോലെയുള്ള കുറച്ച് സ്ട്രെച്ചിങ്ങും ലൂസനിങ് എക്സസൈസും ചെയ്യുന്നു. അല്പം വാമപ്പ് ചെയ്യുന്നു. അതിനുശേഷം എൻഡുറൻസ് വ്യായാമങ്ങൾ അഥവാ കാർഡിയോ വാസ്കുലർ വ്യായാമങ്ങൾ അഥവാ എയറോബിക്സ് വ്യായാമങ്ങൾ, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഇതാണ് ആദ്യം ചെയ്യുന്നത്. ഞാൻ സാധാരണഗതിയിൽ സ്പീഡ് വാക്കും പ്ലസ് റണ്ണിങ്ങും ആണ് ചെയ്യാറുള്ളത്. ഏകദേശം 10 കിലോമീറ്ററോളം ആണ് ഞാൻ ഡെയിലി ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ഞാൻ മാസത്തിൽ ഒരു മാരത്തോണിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മെഡലുകളൊക്കെ നേടാൻ സഹായിച്ചത് ഈ 10 കിലോമീറ്റർ ഓട്ടമാണ്. അപ്പം അത് ചെയ്യുക എന്നുള്ളതാണ്. വ്യായാമം ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിനെപ്പറ്റിയും പല വീഡിയോസ് ചെയ്യാനുണ്ട്. പക്ഷെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നത്, പ്രത്യേകിച്ച് ഉണർവിനും ഉന്മേഷത്തിനും ആരോഗ്യത്തിനും ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് അത് കോർട്ടിസോൾ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ഉണ്ട്. അത് ഉണർവിന്റെ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ മെലട്ടോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അത് ഉറക്കത്തിന്റെ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഈ 2 ഹോർമോൺസും നമ്മൾക്ക് വളരെ അത്യാവശ്യമാണ്. പകൽ സമയത്ത് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കേണ്ടത് കോർട്ടിസോൾ ആണ്. രാത്രി സമയത്ത് ആക്റ്റീവ് ആയിരിക്കേണ്ടത് മെലട്ടോണിൻ ആണ്. അപ്പൊ പകൽ സമയത്ത് കോർട്ടിസോൾ ആക്റ്റീവ് ആയിരിക്കണമെങ്കിൽ രാവിലെ തന്നെ അതിൻ്റെ ഒരു സ്പൈക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അത് സഹായിക്കുന്നത് ഈ വ്യായാമമാണ്. മൂന്നാമതായിട്ട് ഞാൻ കാണുന്നത് ഭക്ഷണത്തില് പച്ചക്കറികൾ ധാരാളം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പച്ചക്കറികൾ ഉൾപ്പെടുത്തുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പച്ചക്കറികളെ കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളുണ്ട്. അത് ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്. ലോ കലോറിയാണ്. നമ്മളെ ഓവർ പൊണ്ണത്തടിയൊക്കെ ഉള്ളവർക്ക് തടി കുറയാൻ സഹായിക്കുന്ന സംഗതികളാണ് ഈ പച്ചക്കറികൾ എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സാലഡ് രൂപത്തിൽ കഴിക്കാനാണ്. എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിനൊപ്പം കുറച്ച് സാലഡ് കഴിക്കുക. കഴിയുന്നതും തുടക്കം സാലഡിൽ ആക്കുക. അതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം കിട്ടുന്നത്, നമ്മുടെ പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഷുഗർ സ്പൈക്ക് ഉണ്ടാവും. ഷുഗർ പെട്ടെന്ന് കൂടാൻ ഇടയാകും. പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ പെട്ടെന്ന് ബാധിക്കാൻ ഇടയാകും. അതിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് ഈ പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുക, സാലഡുകൾ നന്നായിട്ട് കഴിക്കുക എന്നുള്ളത്. ഓവർ കുക്ക് ചെയ്ത പച്ചക്കറികളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടും കുക്ക് ചെയ്യാത്തതോ അല്ലെങ്കിൽ സിംപിളി കുക്ക്ഡ് ആയിട്ടുള്ള പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക. പച്ചക്കറികൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. ഉരുളക്കിഴങ്ങ് പോലുള്ള സംഗതികൾ, കിഴങ്ങ് വർഗത്തിൽപ്പെട്ട സംഗതികളെ പച്ചക്കറികളായിട്ടാണ് പലരും കൂട്ടിയിട്ടുള്ളത്. പലപ്പോഴും ഹോട്ടലിൽ പോയിട്ട് വെജിറ്റബിൾസ് എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പ്രധാനമായിട്ടും ആലു അടങ്ങിയിട്ടുള്ള കറികൾ ഒക്കെയാണ് കിട്ടുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രഷ് വെജിറ്റബിൾസ് തന്നെയാണ്. ഗ്രീൻ വെജിറ്റബിൾസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള കളറിലുള്ള വെജിറ്റബിൾസ് ഉണ്ട്. അപ്പൊ ആ തരത്തില്
കിഴങ്ങുകൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് പച്ചക്കറികളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഗ്രീൻ വെജിറ്റബിൾസും ആയിട്ടുള്ള സംഭവങ്ങൾ ധാരാളം കഴിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം. നാലാമതായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം പ്രാണായാമം ചെയ്യുക എന്നുള്ളതാണ്. യോഗയിൽ ഞാൻ പഠിച്ച പ്രാണായാമമാണ്. പക്ഷെ അത് ഞാൻ വൈകുന്നേരമാണ് സാധാരണ ചെയ്യുക. അതായത് ബ്രീത്തിങ്ങിനെ ശ്രദ്ധിച്ചുകൊണ്ട്, ബ്രീത്തിങ്ങിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അല്പസമയം ഇരിക്കുക. അപ്പൊ ബ്രീത്തിങ്ങിനെ ശ്രദ്ധിക്കാൻ വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഒരു ടെക്നിക്ക് ഉണ്ട്. നമ്മുടെ മൂക്കിന്റെ ഉൾവശത്തെ ശ്രദ്ധിച്ചാൽ മതി. മൂക്കിന്റെ ഉൾവശത്ത് ശ്രദ്ധിക്കുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഒരു ചെറിയ തണുപ്പ് അനുഭവപ്പെടും. അതുപോലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ചെറിയൊരു ചൂടും അനുഭവപ്പെടും. അത് ശ്രദ്ധിച്ചുകൊണ്ട് അല്പസമയം ഇരിക്കുക. കുറച്ച് ലോങ് ആയിട്ട് ബ്രീത്ത് ചെയ്യുക. ഭയങ്കരമായിട്ട് മസിൽ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ കുറച്ച് ലോങ് ആയിട്ട് ഈസി ആയിട്ട് ബ്രീത്ത് ചെയ്യുക. ഒരു 4 സെക്കൻഡൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ഒരു 4 സെക്കൻഡൊക്കെ എടുക്കുക. 1-2 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച ശേഷം പിന്നെ അത് പതുക്കെ റിലീസ് ചെയ്യുക. ഒരു 4 എന്നുള്ളത് 4 മുതൽ 8 സെക്കൻഡ് വരെ സമയം എടുത്തിട്ട് റിലീസ് ചെയ്യുക. ശ്വാസം എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ സമയം എടുത്ത് റിലീസ് ചെയ്യുക. പിന്നെ ഒരുപാട് വലിച്ചു കയറ്റിയിട്ട് ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് ശ്വാസം കഴിക്കുക. ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇത് നമ്മളെ മനസ്സിനെ ശാന്തമാക്കാൻ, നമ്മുടെ മനസ്സിന് അൺവാണ്ടഡ് ആയിട്ടുള്ള പല ടെൻഷൻസും ഉണ്ടാവും, അതിനൊക്കെ ശാന്തമാക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് ഇത്. മനസ്സിനെ ശാന്തമാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം സുഖകരമായിട്ടുള്ള ഉറക്കം കിട്ടാനും നമ്മളെ സഹായിക്കുന്ന ഒരു വ്യായാമമാണ് ഈ പ്രാണായാമം എന്ന് പറയുന്നത്. പിന്നെ 5ാമത്തെ കാര്യം ഉറക്കം തന്നെയാണ്. ഉറക്കം വളരെ പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണർന്നിരിക്കുക, ഉന്മേഷത്തോടുകൂടി ഇരിക്കുക, പിന്നെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുക പ്രധാനം. അതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് നല്ല സുഖകരമായിട്ടുള്ള ഉറക്കം കിട്ടുക എന്നുള്ളത്. അപ്പൊ ഉറക്കത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്നു. കഴിയുന്നതും 8 മണിക്കൂർ ഉറങ്ങുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. പലപ്പോഴും പറ്റാറില്ല, പക്ഷെ കഴിയുന്നത് 8 മണിക്കൂർ ഉറങ്ങാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അത് നമ്മുടെ ഉറക്ക സമയത്തിന് ഒരു ടെക്നിക്ക് ഞാൻ പറയാം. ഉറക്ക സമയത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഉറക്ക സമയത്തിന് 1 മണിക്കൂർ മുമ്പേ ബെഡിലേക്ക് പോവുക. നമ്മുടെ ഗാഡ്ജറ്റ്സ് ഒക്കെ മാറ്റിവെക്കുക. മൊബൈൽ ഫോൺ മാറ്റിവെക്കുക, TV മാറ്റിവെക്കുക. നമ്മുടെ കണ്ണുകൾക്ക് ക്ഷീണം കൊടുക്കുന്ന അല്ലെങ്കിൽ കണ്ണുകൾക്ക് വർക്ക് കൊടുക്കുന്ന എല്ലാത്തരം സംഭവങ്ങളും മാറ്റിവെക്കുക. വേണമെങ്കിൽ വല്ല ലൈറ്റായിട്ട് മ്യൂസിക് കേൾക്കുകയോ അല്ലെങ്കിൽ വല്ല പ്രഭാഷണങ്ങൾ കേൾക്കുകയോ ഒക്കെ ചെയ്യാം. അത് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഗതികളല്ല കേൾക്കേണ്ടത്. വളരെ ഈസി ആയിട്ട് ലൈറ്റായിട്ട് നമുക്ക് കിട്ടേണ്ട വല്ല പ്രഭാഷണങ്ങളൊക്കെ കേട്ടുകൊണ്ട് കിടക്കാം. പിന്നെ കഴിയുന്നതും കണ്ണിൽ ലൈറ്റ് അടിക്കാതെ ശ്രദ്ധിക്കുക. ആ സമയത്ത് കഴിയുന്ന രാത്രി സമയത്ത് കണ്ണിൽ ലൈറ്റ് അടിക്കാതെ ശ്രദ്ധിക്കുക. കാരണം കണ്ണിൽ പ്രകാശം അടിക്കുമ്പോൾ, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിലൊക്കെ നോക്കിയിരിക്കുക, TV സ്ക്രീനിലൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് കോർട്ടിസോളിന്റെ ഉൽപാദനമാണ് കൂടുതൽ വരുന്നത്. മെലട്രോണിന്റെ ഉൽപാദനം കുറയും. മെലട്രോണിന്റെ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണുകളെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. പിന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മ്യൂസിക്കോ കാര്യങ്ങളോ കേട്ടുകൊണ്ട് കിടക്കുക എന്നുള്ളതാണ്. 1 മണിക്കൂറെങ്കിലും നേരത്തെ ബെഡിലേക്ക് പോവുക. സുഖകരമായിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് കിട്ടുക. അതൊരു കാര്യമാണ്. കഴിയുന്നതും ഇരുട്ടുള്ള സ്ഥലത്ത് തന്നെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ശാന്തമായിട്ടുള്ള സ്ഥലത്ത് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. നല്ല ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലത്ത് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ കൊതുകുകടി പോലുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക. അത് കഴിയുന്നത് ഫ്രഷ് എയർ വേണം എന്നുള്ള പറയുമ്പോൾ നമ്മൾ കൊതുകുതിരി അല്ലെങ്കിൽ മാറ്റിന്റെ ഒക്കെ ഉപയോഗം ഒഴിവാക്കുന്നതാണ് നല്ലത്. നല്ല കൊതുകുവല ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് ജനലൊക്കെ തുറന്നിട്ട് കിടക്കാം. ഫ്രഷ് എയർ നമുക്ക് കിട്ടുകയും ചെയ്യും. കേരളത്തിലെ നമ്മളെ സംബന്ധിച്ച് ഫ്രഷ് എയർ വലിയ പൊല്യൂഷൻസ് ഇല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ പൊല്യൂഷൻ ഡൽഹി, മുംബൈ പോലുള്ള നഗരങ്ങളിലുള്ള അത്ര പൊല്യൂഷൻ കേരളത്തിൽ സാധാരണ സ്ഥലങ്ങളിലില്ല. ചില നഗരങ്ങളിൽ ചില ഭാഗങ്ങളിലൊക്കെ പൊല്യൂഷൻ ഉണ്ട്. അതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടുന്ന് മാറി താമസിക്കുക എന്നതിന് നിവൃത്തിയുള്ളൂ. അപ്പൊ സുഖകരമായിട്ടുള്ള ഉറക്കം കിട്ടുക എന്നുള്ളതാണ് 5ാമത്തെ കാര്യം. ഈ 5 കാര്യങ്ങളാണ് പാലിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. ഈ 5 കാര്യങ്ങൾ നമുക്ക് പാലിക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ദിവസം മുഴുവൻ ഉന്മേഷത്തോടു കൂടിയിരിക്കാൻ അത് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇത് പാലിക്കാൻ ശ്രമിക്കുക. ഏജ് യങ്.